Welcome to Commerce Tutorial with Dr. Ronnie Jean Raju. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലെ സെക്ഷൻ 45 സബ്സെഷൻ 1-ൽ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് അൺപെയ്ഡ് സെല്ലർ ഓർ അൺപെയ്ഡ് വെൻഡർ. ആ ടേമിൽ നിന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കും സെല്ലറാണ് ഇയാൾ. സെല്ലർ ആരാ നമുക്കറിയാം. എ സെല്ലർ ഇസ് എ പേഴ്സൺ ഹു സെൽ ഗുഡ്സ് അല്ലേ, സാധനങ്ങൾ വിൽക്കുന്ന വ്യക്തിയെ സെല്ലർ എന്ന് വിളിക്കുന്നു. അപ്പോൾ അതിന് മുൻപിലുള്ള പേര് അൺപെയ്ഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഏതോ ഒരു സെല്ലർ, ആ സെല്ലർക്ക് എന്ത് കിട്ടിയില്ല? പേയ്മെൻറ്റ് കിട്ടിയില്ല അല്ലേ. സെല്ലർ എന്താ കൊടുക്കുന്നത്? സാധനങ്ങൾ വിറ്റ് അതിൻ്റെ പണം മേടിക്കുന്നു. ഇവിടെ ഈ സെല്ലർക്ക് സാധനങ്ങൾ വിറ്റപ്പോൾ എന്ത് കിട്ടിയില്ല? അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സെല്ലറിനെ വിളിക്കുന്ന പേരായിരിക്കുമല്ലോ അൺപെയ്ഡ് സെല്ലർ. അപ്പോൾ നമുക്ക് ഈ ആ ഒരു ടേമിൽ നിന്നും അൺപെയ്ഡ് സെല്ലർ എന്ന് പറഞ്ഞ ടേമിൽ നിന്നും നമുക്കിതാണ് മനസ്സിലായത്. അപ്പോൾ നമുക്ക് ഇനി നോക്കാം എന്താണ് യഥാർത്ഥത്തിൽ അൺപെയ്ഡ് സെല്ലർ എന്ന് വിളിക്കുന്നത്. ആൻഡ് ദിസ് ഇസ് എ വൺ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 45 ഓഫ് സബ്സെഷൻ 1 ഓഫ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. ആസ് പെർ Section 45, subsection 1 of Sale of Goods Act, an unpaid seller is a seller who has not been paid or tendered the whole of the price of goods sold. So, വിറ്റ പ്രൈസ് മുഴുവനായിട്ട് കിട്ടാത്ത, അല്ലെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് മുഴുവനായിട്ട് കിട്ടാത്ത ഒരു സെല്ലറിനെ വിളിക്കുന്ന പേരാണ് അൺപെയ്ഡ് സെല്ലർ. ദാറ്റ് മീൻസ് ഹി ഹാസ് നോട്ട് ബീൻ പെയ്ഡ്. He has not been paid the whole of the price of goods sold. എന്ന് പറഞ്ഞാൽ 2000 രൂപ വിലയുള്ള സാധനത്തിൻ്റെ 2000 കിട്ടാത്ത മനുഷ്യനാണ് ഈ അൺപെയ്ഡ് സെല്ലർ. ഇതാ പറഞ്ഞത്, ഹോൾ ഓഫ് ദ പ്രൈസ്, മുഴുവൻ പ്രൈസും ഇയാളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. പകുതി കിട്ടിയെന്നല്ല പറഞ്ഞത്, മുഴുവൻ പ്രൈസും കിട്ടാത്ത വ്യക്തി ആരെന്ന് വിളിക്കാം. അപ്പോൾ ചോദ്യം വരും, 2000 രൂപയുടെ സാധനത്തിനകത്തുനിന്ന് ഒരു ബയർ 1000 കൊടുത്തു, 1000 ഇനിയും കൊടുക്കാനുള്ളൂ. അപ്പോഴും അയാൾ ആരെന്നെ മാറി? അൺപെയ്ഡ് സെല്ലറായി മാറി. കാരണം ഫുൾ പ്രൈസും കിട്ടണം. മനസ്സിലായോ? അപ്പോൾ ആരാണ് അൺപെയ്ഡ് സെല്ലർ? ഹു ഹാസ് നോട്ട് ബീൻ പെയ്ഡ് ഓർ ടെൻഡർഡ് ദ ഹോൾ ഓഫ് ദ പ്രൈസ് ഓഫ് ഗുഡ്സ് സോൾഡ്. Second one, who has received a bill of exchange or other negotiable instrument but which is subsequently dishonored. നമുക്ക് എന്തോ ഒരു പേയ്മെൻറ്റ് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഈ സെല്ലർക്ക് എന്താണ് കിട്ടിയത്? എന്തോ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചോ അതോ ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റോ കിട്ടി. പക്ഷേ ഇതെന്ത് സംഭവിച്ചു? ആൻഡ് ഇറ്റ് വാസ് ഡിസ്ഹോണേഡ്. ഇതെന്തായി മാറി? ഡിസോണറായി മാറി. That person has received a bill of exchange or that person has received a negotiable instrument but it was dishonored. Dishonor ആയി പോയെന്ന് പറഞ്ഞാൽ അറിയാലോ, ചെക്കാണെങ്കിൽ ചെക്ക് ബൗൺസ് ആയി പോയി, ചെക്ക് മടങ്ങിപ്പോയി. And that seller is called as an unpaid seller. Unpaid seller means a seller who has not been paid or tendered the whole of the price of goods sold, or who has received a bill of exchange or other negotiable instrument but it was subsequently dishonored. ഇയാൾ ഈ പേയ്മെൻറ്റ്, ഈ ഗുഡ്സ് വിറ്റപ്പോൾ അതിന് റിട്ടേൺ ആയിട്ട് മേടിച്ചത് ഒരു ചെക്കോ ബിൽ ഓഫ് എക്സ്ചേഞ്ചോ ആയിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഡിസ്ഹോണേഡ് ആയി മാറി. ആൻഡ് ദാറ്റ് പർട്ടിക്കുലർ സെല്ലർ ഈസ് കോൾഡ് അൺപെയ്ഡ് സെല്ലർ. ഓക്കെ, നോർമലി under the Sale of Goods Act, the unpaid seller has some rights. He has rights against the good. He has the right against the buyer. Unpaid സെല്ലർക്ക് 2 റൈറ്റുകളുണ്ട്. ഒരു റൈറ്റ് അഗൈൻസ്റ്റ് ഗുഡ്സും റൈറ്റ് അഗൈൻസ്റ്റ് ബയ്യറും. അപ്പം നമുക്ക് നോക്കാം വാട്ട് ആർ ദ റൈറ്റ്സ് ഓഫ് ആൻ അൺപെയ്ഡ് സെല്ലർ. അപ്പം നമ്മൾ തന്നെ റിയൽ ലൈഫിൽ ഇഫ് വി ആർ എ സെല്ലർ, ഇഫ് വി ആർ എ ബിസിനസ് മാൻ, and if you want to sell something and we have sold it but the price has not been received, then we can call ourselves as an unpaid seller. The next question arises, what were the rights of that particular unpaid seller? There are 2 types of right. The first right is against goods and the second right is against buyer personally. Okay, നമുക്ക് നോക്കാം വാട്ട് ആർ ദ റൈറ്റ്സ് ഓഫ് എൻ അൺപെയ്ഡ് സെല്ലർ. ഒന്നാമത്തത്, റൈറ്റ്സ് ഓഫ് എൻ അൺപെയ്ഡ് സെല്ലർ എഗൈൻസ്റ്റ് ഗുഡ്സ്. ഒരു ഗുഡ്സിന് നേരെ ഒരു അൺപെയ്ഡ് സെല്ലർക്ക് 3 റൈറ്റുകളാണുള്ളത്. ദ ഫസ്റ്റ് റൈറ്റ് ഈസ് റൈറ്റ് ഓഫ് ലീൻ, റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആൻഡ് റൈറ്റ് ഓഫ് റീസെയിൽ.
right of lien, right of stoppage of goods in transit, and right of resale. ഒന്ന് റൈറ്റ് ഓഫ് ലീൻ. റൈറ്റ് ഓഫ് ലീൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്, നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടതാണ് റൈറ്റ് ഓഫ് ലീനിനെ കുറിച്ച്. റൈറ്റ് ഓഫ് ലീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു പ്രൈസ് ഗുഡ്സ് നമ്മൾ കൊടുക്കാൻ നേരത്ത് നമ്മൾ അതിൻ്റെ പ്രൈസ് നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ പ്രൈസ് കിട്ടുന്നിടം വരെ ആ ഗുഡ്സ് റീറ്റെയിൻ ചെയ്ത് വെക്കാനുള്ള അവകാശം നമ്മുടെ കയ്യിലുണ്ട്. എപ്പോഴാണോ അതിൻ്റെ പ്രൈസ് കൊടുക്കുന്നത് അപ്പോൾ മാത്രം നമ്മൾ ആ ഗുഡ്സ് വിട്ടുകൊടുത്താൽ മതി. ടിൽ അത്രയും ടൈം വരെ, അണ്ടിൽ ദാറ്റ് പെർട്ടിക്കുലർ ടൈം, അണ്ടിൽ വി ഹാവ് റിസീവ് ദ എമൗണ്ട്, വി ഹാവ് ദ റൈറ്റ്, the seller has the right to retain the good, and this is called the right of lien. That means if the buyer does not pay the price of the good, the seller has the right to retain the goods until the whole price due to him is paid. This right is known as unpaid vendor's lien. If the buyer does not pay the price of the goods, the seller has the right to retain the goods. Like if that particular buyer, if he has not paid the price, he has the right to retain the good, and he has the right to retain until the full amount is received. ആ മുഴുവൻ എമൗണ്ടും കിട്ടുന്നിടം വരെ ലീൻ ചെയ്ത് വെക്കാൻ, റീറ്റെയിൻ ചെയ്ത് വെക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഇതിനെയാണ് ഏതെന്ന് വിളിക്കുന്നത്? റൈറ്റ് ഓഫ് ലീൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് റൈറ്റ് ഓഫ് ലീൻ. ഓക്കെ, നമുക്കറിയാം ലീൻ എന്ന് പറഞ്ഞാൽ ലീൻ എക്സസൈസ് ചെയ്യണമെങ്കിൽ എപ്പോഴും ഓർത്തോണം നമ്മൾ, അതായത് ഇത്ര ഓർത്താൽ മതി. നിങ്ങളൊരു കടയിൽ പോയി സാധനം മേടിച്ചു, സാധനം ഇതിൻ്റെ പൈസ മുഴുവൻ തരുന്നിടം വരെ ഇയാൾ സാധനം നമ്മുടെ കയ്യിൽ തരത്തില്ല. അയാൾ നമ്മുടെ അടുത്ത് പറയാം, നിങ്ങളിതിൻ്റെ പേയ്മെൻറ്റ് എപ്പോഴാണ് തരുന്നത്, പേയ്മെൻറ്റ് തരുമ്പോൾ മാത്രമേ ഞാൻ ഈ സാധനവും തരത്തുള്ളൂ. അങ്ങനെ പ്രൈസ് കിട്ടുന്നിടം വരെ അത് റീറ്റെയിൻ ചെയ്ത് വെക്കുന്നതിന് പറയുന്ന പേരാണ് റൈറ്റ് ഓഫ് ലീൻ. അപ്പോൾ എപ്പോഴും ഓർത്തുക, റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ സെല്ലറിൻ്റെ കയ്യിൽ ഗുഡ്സിൻ്റെ പൊസഷൻ റൈറ്റ് ഉണ്ടായിരിക്കണം. ഓണർഷിപ്പ് റൈറ്റ് ബയ്യറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെന്ന് പറഞ്ഞാലും പൊസഷൻ റൈറ്റ് ഉണ്ടായിരിക്കണം. എന്താണ് ഈ പൊസഷൻ റൈറ്റ്? കൈവശം വെക്കാനുള്ള അധികാരം. ഒരു ഗുഡ്സ് കൈവശം വെക്കാനുള്ള അധികാരത്തിന് പറയുന്ന പേരാണ് പൊസഷൻ. പൊസഷൻ റൈറ്റ് ഒരിക്കലും കൈമാറ്റം ചെയ്യാൻ പാടില്ല. പൊസഷൻ റൈറ്റ് വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്കത് എക്സസൈസ് ചെയ്യാൻ സാധിക്കത്തില്ല. നോർമലി ദർ ആർ 2 types ഓഫ് ലീൻ. അതും നമ്മളൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്താണ്. വൺ ഈസ് എ ജനറൽ ലീൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് എ പെർട്ടിക്കുലർ ലീൻ. ജനറൽ ലീൻ എന്താണെന്ന് നമുക്കറിയാം. ജനറൽ ലീൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സെല്ലറുമായി, നമ്മൾ വിറ്റ സാധനമായിരിക്കത്തില്ല നമ്മൾ റീറ്റെയിൻ ചെയ്ത് വെക്കുന്നത്. സെല്ലറിൻ്റെ മറ്റ് എന്തെങ്കിലും ഒരു ഗുഡ്സ് റീറ്റെയിൻ ചെയ്ത് വെച്ചാലും അതെന്തായി മാറി? ജനറൽ ലീനായി മാറി. പെർട്ടിക്കുലർ ലീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഗുഡ്സാണോ വിറ്റത്, അല്ലെങ്കിൽ ഏത് ഗുഡ്സിൻ്റെ മേലാണോ പ്രൈസ് അൺപെയ്ഡ് ആയിട്ട് നിൽക്കുന്നത്, ആ പെർട്ടിക്കുലർ ഗുഡ്സാണ് നമ്മൾ റീറ്റെയിൻ ചെയ്ത് വെക്കുന്നതെങ്കിൽ ദാറ്റ് ഇറ്റ് ഈസ് എ പെർട്ടിക്കുലർ ലീൻ. ഓക്കെ, ജനറൽ ലീനും പെർട്ടിക്കുലർ ലീനും. ഏത് ഗുഡ്സ് നമ്മൾ വിറ്റ ഗുഡ്സ് തന്നെയാണ് റീറ്റെയിൻ ചെയ്ത് വെക്കുന്നതെങ്കിൽ അത് പെർട്ടിക്കുലർ ലീൻ. ഏതെങ്കിലും സെല്ലറിൻ്റെ ഏതെങ്കിലും ഗുഡ്സാണ് നമ്മൾ റീറ്റെയിൻ ചെയ്ത് വെക്കുന്നതെങ്കിൽ അതേത് ലീനാണ്? ജനറൽ ലീൻ. അപ്പോൾ ഓർക്കുക, ഈ ലീൻ എക്സസൈസ് ചെയ്യണമെങ്കിൽ ദർ ആർ സം കണ്ടീഷൻസ്. കുറച്ച് കണ്ടീഷൻസ് നമ്മൾ ഫുൾഫിൽ ചെയ്യണം. ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ വി ക്യാൻ എക്സസൈസ് ദ ലീൻ. What are the conditions? What is a lien? Lien is a right to retain the possession of the good until the whole price of the goods due to the seller is paid. The first condition is ownership must have been passed to the buyer. Ownership right സെല്ലറിൻ്റെ കയ്യിൽ നിന്നും ബയ്യറിൻ്റെ കയ്യിലേക്ക് മാറിയിരിക്കണം. Okay? This is a necessity. This is a condition number 1. Second condition, നമ്മുടെ കോൺട്രാക്റ്റിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. ഇപ്പോൾ കോൺട്രാക്റ്റിനകത്ത് പറയാണ് അൺപെയ്ഡ് സെല്ലർക്ക്, നമ്മൾ ബയറും സെല്ലറും തമ്മിലുള്ള കോൺട്രാക്റ്റിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ പ്രൈസ് അൺപെയ്ഡ് ആണെങ്കിൽ ഇവർക്ക് റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സെല്ലർക്ക് റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്യണമെങ്കിൽ കോൺട്രാക്റ്റിനകത്ത് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല. അതായത് കോൺട്രാക്റ്റ് ഇതിനെതിർത്തുള്ള കാര്യം ചെയ്യാൻ, റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പാടില്ല. അതായത് റൈറ്റ് ഓഫ് ലീനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ടേംസ് ഒന്നും കോൺട്രാക്റ്റിനകത്ത് കാണാൻ പാടില്ല എന്നർത്ഥം. മൂന്നാമത്തത്, ഈ ഗുഡ്സിൻ്റെ പൊസഷൻ റൈറ്റ് ഇപ്പോഴും ആരുടെ കയ്യിൽ തന്നെ ഇരിക്കണം? സെല്ലറിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കണം. അങ്ങനെ പൊസഷൻ റൈറ്റ് ഇരുന്നെങ്കിൽ മാത്രമേ അയാൾക്കത് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അയാൾക്കത് റീറ്റെയിൻ ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഫോർത്ത് കണ്ടീഷൻ, പ്രൈസ് എന്തായിരിക്കണം? അൺപെയ്ഡ് ആയിരിക്കണം. ഓക്കെ, പ്രൈസ് എപ്പോഴും എന്തായിരിക്കണം? അൺപെയ്ഡ്. അത് ഗുഡ്സിൻ്റെ പ്രൈസ് മാത്രമല്ല, ഇപ്പം എന്തെങ്കിലും വെയർ ഹൗസിങ്ങിൻ്റെ ചാർജോ, സ്റ്റോർ ചെയ്യാനുള്ള ചാർജോ, അല്ലെങ്കിൽ അത് ക്യാരി ചെയ്യാനുള്ള ചാർജോ, അങ്ങനെ എല്ലാം അതിനകത്ത് വരും.
മനസ്സിലായോ? അപ്പോൾ ദിസ് ആർ ദ കണ്ടീഷൻ. ഒന്നാമത്തെ കണ്ടീഷൻ ഓണർഷിപ്പ് ബയ്യറിൻ്റെ കയ്യിൽ തന്നെ, ബയ്യറിൻ്റെ കയ്യിലേക്ക് വന്നിരിക്കണം, സെല്ലറിൽ നിന്ന് ബയ്യറിലേക്ക് പോയിരിക്കണം. ബട്ട് പൊസഷൻ റൈറ്റ് സെല്ലറിൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കണം. കോൺട്രാക്ട് ദർ ഷുഡ് നോട്ട് ബി any items which is contrary to the contract. And the fourth one is the price is unpaid. Okay, these are the conditions for exercising right of lien. Okay, these are the conditions of ഇതാണ് ഫസ്റ്റ് കേസ്. അപ്പം റൈറ്റ് ഓഫ് ലീൻ എന്താ നോക്കി, റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്യാനുള്ള കണ്ടീഷൻസ് നമ്മളിപ്പോൾ എന്ത് ചെയ്തു പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ചില കേസുകളിൽ നമുക്ക് റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. റൈറ്റ് ഓഫ് ലീൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, സാധനങ്ങൾ നമ്മൾ പ്രൈസ് പേ ചെയ്തിട്ടില്ല എങ്കിൽ പ്രൈസ് പേ ചെയ്തതിന് വരെ സെല്ലർ ആ സാധനം റീറ്റെയിൻ ചെയ്ത് വെക്കുന്നതിന് പറയുന്ന പേരാണ് റൈറ്റ് ഓഫ് ലീൻ. ഈ റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്യാൻ പറ്റാത്ത സന്ദർഭങ്ങളുണ്ട്. അതേതൊക്കെ സാഹചര്യങ്ങളാണ്? നമ്മുടെ ഗുഡ്സ് ഡെലിവറി ബയ്യറിലേക്ക് പൊസഷൻ റൈറ്റ് കൊടുത്തു കഴിഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ ഗുഡ്സ് ബയ്യറിൻ്റെ ഏജൻറ്റിലേക്കോ ഡെലിവർ ആയിപ്പോയെങ്കിൽ നമുക്കിത് എക്സസൈസ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ഗുഡ്സ് ഡെലിവറി ചെയ്യാൻ വേണ്ടി ഒരു ഡെലിവറി വെഹിക്കിളിലേക്കോ ഒരു കാരിയറിലേക്കോ ബയ്യറിലേക്ക് അതായത് ബയ്യറിലേക്ക് പോകുന്നത്, ഇപ്പം നമ്മൾ അതായത് ട്രാൻസിസ്റ്റ് എന്ന് പറയും. ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാൽ ബയ്യറിൽ നിന്നും സെല്ലറിൽ നിന്നും ബയ്യറിലേക്ക് മാറുവാണ്. അതിപ്പോൾ വണ്ടിയിലേക്ക് മാറുമോ, അല്ലെങ്കിൽ ഇപ്പോൾ വണ്ടിയിലേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ വണ്ടിയിലേക്കോ, അല്ലെങ്കിൽ ഫ്ലൈറ്റിനെ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഷിപ്പിലാണ് കൊണ്ടുപോകുന്നത്, ഷിപ്പിലേക്കോ. അത് ട്രാൻസിറ്റിലേക്ക് നമ്മുടെ ഗുഡ്സ് മാറിപ്പോയാലും നമുക്ക് ഈ റൈറ്റ് എക്സസൈസ് ചെയ്യാൻ സാധിക്കത്തില്ല. പ്രൈസ് ഫുൾ പേ ചെയ്താലോ എക്സസൈസ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ ഇതാണ് റൈറ്റ് ഓഫ് ലീൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ റൈറ്റ് ടു റീറ്റെയിൻ ദ ഗുഡ് അണ്ടിൽ ദ ഹോൾ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് ഡ്യൂ ടു ദ സെല്ലർ ഈസ് പെയ്ഡ്. ഓക്കെ. The second right of an unpaid seller against the good is right of stoppage of goods in transit. Right of stoppage of goods in transit. And it is given in section 50 to section 52 of Sale of Goods Act. ആ വാക്കിൽ നിന്ന് തന്നെ നമുക്കറിയാം റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ്. എന്തിനാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്? ഗുഡ്സ്. എവിടെയുള്ള ഗുഡ്സ്? ഇൻ ട്രാൻസിറ്റ്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു ബയ്യർ സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് എന്തോ ഗുഡ്സ് മേടിച്ചു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മേടിച്ചു. അയാൾ പറഞ്ഞു നിങ്ങൾ സാധനം കയറ്റി വിട്ടേക്ക്. സപ്പോസ് എന്തു പറയുകയാണ്, ഇപ്പം കുറച്ച് ഇലക്ട്രോണിക് ഐറ്റംസ് നമ്മൾ മേടിച്ചെന്ന് വിചാരിക്കുക. അയാൾ പറഞ്ഞു നിങ്ങൾ വണ്ടി കയറ്റി വിട്ടേക്ക്. നിങ്ങൾ ഇപ്പോൾ രാവിലെ സപ്പോസ് ഒരു നമുക്ക് യാത്ര ബയ്യറിൻ്റെ കയ്യിൽ നിന്ന് സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് ബയ്യറിലേക്ക് യാത്ര ഉണ്ടെന്ന് വിചാരിക്കുക. ആ യാത്ര സപ്പോസ് ഒരു എന്തു പറയുക ഒരു 2 ദിവസത്തെ യാത്ര ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ നിങ്ങൾ കയറ്റി വിട്ടേക്ക്, വണ്ടി വിട്ട് ഉച്ചയാകുമ്പോൾ രാവിലെ വണ്ടി കയറ്റി വിട്ടേക്ക്, ഉച്ചയാകുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ പ്രൈസ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ഇത് വാക്ക് കേട്ട് വിശ്വസിച്ച് ഈ സെല്ലർ വണ്ടിയെ കയറ്റി 2 ദിവസത്തെ യാത്രയ്ക്കായിട്ട് സപ്പോസ് ഫർണിച്ചർ നമ്മൾ ദൂരെ നിന്ന് എടുക്കുമെന്ന് വിചാരിക്കും. കയറ്റി വിട്ടു. ഉച്ചയാകുമ്പോൾ പൈസ തരാമെന്ന് പറഞ്ഞു. അയാൾ പൈസ തന്നില്ല. ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ആണല്ലോ. അപ്പോൾ നമുക്ക് ആ ട്രാൻസിറ്റ് ഇരിക്കുന്ന ഗുഡ്സിന് എന്ത് ചെയ്യാം? നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇതിനെയാണ് റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുന്നത്. റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് മീൻസ് it is a right which is given to an unpaid seller. That means when the goods are in the seller's possession, normally that particular seller has a right of lien. That means he will retain the good until the price which is due on that particular amount is paid to him. അല്ലേ? അതായത് സെല്ലറിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നതെങ്കിൽ ഹി ഹാസ് എ റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്യാം. അപ്പോൾ അയാളുടെ കയ്യിൽ എത്ര എമൗണ്ടാണ് അൺപെയ്ഡ്, എത്ര എമൗണ്ട് അൺപെയ്ഡ് എമൗണ്ട് കിട്ടുന്നിടം വരെ അയാൾക്ക് ആ ഗുഡ്സ് റീറ്റെയിൻ ചെയ്ത് വെക്കാം. പക്ഷേ പ്രശ്നം സംഭവിക്കാൻ പോകുന്നത് അതല്ല. ഈ സെല്ലറിൻ്റെ കയ്യിൽ നിന്നുള്ള ഈ റൈറ്റ് എക്സസൈസ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ഗുഡ്സിൻ്റെ പൊസഷൻ റൈറ്റ് സെല്ലറിൻ്റെ കയ്യിലായിരിക്കണം. അത് ബയ്യറിൻ്റെ കയ്യിലേക്ക് മാറാൻ പാടില്ല. ബട്ട് ദ പ്രോബ്ലം അറൈസസ് what happened when the seller has parted the possession to the buyer. സെല്ലർ പൊസഷൻ വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ഈ അൺപെയ്ഡ് ആയിട്ടുള്ള ഈ സെല്ലർക്ക് എന്ത് റൈറ്റാണ് ഉള്ളത്? മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഈ അൺപെയ്ഡ് സെല്ലറുടെ കയ്യിൽ ആ സാധനം അയാളുടെ കയ്യിൽ തന്നെ ഉണ്ടെങ്കിൽ അയാൾക്ക് റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്യാം. എന്നാൽ ഇയാൾക്ക് പേയ്മെൻ്റ് ഒട്ട് കിട്ടിയതുമില്ല, ഗുഡ്സ് ഈ സെല്ലറിൻ്റെ കയ്യിൽ നിന്നും മാറുകയും ചെയ്തു.
പൊസഷൻ റൈറ്റ് അയാളുടെ കയ്യിൽ നിന്ന് മാറിയെങ്കിൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാം? അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ദ ആൻസർ ഫോർ ദിസ് റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിസ്റ്റ് ഈസ് ദ ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ. ദാറ്റ് മീൻസ് when the unpaid vendor has parted with the possession of the good, but the goods have not actually come into the hands of the buyer, that means the goods are in transit. ഇവിടെ ഈ അൺപെയ്ഡ് സെല്ലർ അയാളുടെ കയ്യിൽ നിന്ന് പൊസഷൻ റൈറ്റിനെ വിട്ടുകളയുകയും ചെയ്തു. എന്നാൽ ഈ പറഞ്ഞ ഗുഡ്സ് ബയ്യറിൻ്റെ കയ്യിലോട്ട് എത്തിയതുമില്ല. എന്ന് പറഞ്ഞാൽ ഇത് സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് മാറി ബയ്യറുടെ കയ്യിലോട്ട് എത്തിയുമില്ല. അങ്ങനെയെങ്കിൽ ആ ഗുഡ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ഗുഡ്സ് ഇൻ ട്രാൻസിസ്റ്റ്. ഈ ഗുഡ്സ് ഇൻ ട്രാൻസിസ്റ്റ് ആണെങ്കിൽ ദ സെല്ലർ ഹാസ് ദ റൈറ്റ് ടു സ്റ്റോപ്പ് ദ ഗുഡ്സ് ഇൻ ട്രാൻസിസ്റ്റ് ആൻഡ് റീഗെയിൻ ദി പൊസഷൻ. സെല്ലർക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്? ആ ഗുഡ്സ് ഇൻ ട്രാൻസിസ്റ്റിലുള്ള ഗുഡ്സിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് അതിൻ്റെ പൊസഷൻ റൈറ്റ് തിരിച്ച് റീഗെയിൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ആൻഡ് ദിസ് ഈസ് കോൾഡ് റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിസ്റ്റ്. എന്താ പറഞ്ഞത്? വെൻ an unpaid seller has parted the possession of the goods and that particular goods have not come into the hands of the buyer, in that case the seller has the right to stop the goods in transit and regain the possession. കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞത്? സെല്ലർ, ഇവിടുത്തെ കണ്ടീഷൻ എന്താ? ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. സെല്ലർ അൺപെയ്ഡ് ആണ്, സെല്ലറുടെ കയ്യിൽ നിന്നും ഗുഡ്സ് പോയി. ദാറ്റ് മീൻ ദ സെല്ലർ ഹാസ് പാർട്ടഡ് ദ പൊസഷൻ ഓഫ് ദ ഗുഡ്. പക്ഷേ ബയറിൻ്റെ കയ്യിലെത്തിയോ? ആൻഡ് ദ ബയർ ഹാസ് നോട്ട് റിസീവ്ഡ് ഇറ്റ്. ദാറ്റ് മീൻ ദ ഗുഡ് ഈസ് ഇൻ ട്രാൻസിസ്റ്റ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിസ്റ്റ്. എന്ന് പറഞ്ഞാൽ ഒരു സാധനം നമ്മൾ വിറ്റ കാശ് കിട്ടിയില്ല, ഇയാൾ നമ്മുടെ സെല്ലർ ബയ്യറിൻ്റെ കയ്യിലേക്ക് വിട്ടു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു ഫർണിച്ചർ കടക്കാരനാണ്. ഈ ഫർണിച്ചർ കടക്കാരനായ നമ്മൾ ഫർണിച്ചർ കയറ്റി വിട്ടു. രണ്ട് ദിവസത്തെ യാത്ര കഴിഞ്ഞിട്ട് ബയ്യറിൻ്റെ വീട്ടിലെത്തത്തുള്ളൂ. അപ്പോൾ ഈ 2 ദിവസത്തിൻ്റെ യാത്രയിൽ ആദ്യത്തെ ദിവസം ഉച്ചയ്ക്ക് തരാമെന്നാണ് പറഞ്ഞത്. ഇയാൾ ഉച്ചയായിട്ടും പൈസ തന്നില്ല. അപ്പോൾ ഇയാൾക്ക് എന്ത് ചെയ്യാം? ഈ ഫർണിച്ചർ ഡീലർക്ക് ലോറിയുടെ ഡ്രൈവറിനെ വിളിച്ചിട്ട് പറയാം, നിങ്ങളിങ്ങ് തിരിച്ചു പോന്നേക്ക്, പോയത്രയും പോയി, നിങ്ങൾ ഈ വണ്ടി തിരിച്ചു വിട്ടേക്ക്, പൈസ തന്നിട്ടില്ല, അതുകൊണ്ട് ഇനി ഡെലിവറി കൊടുക്കണ്ട എന്ന് പറയാം. സിമ്പിളായിട്ട് മനസ്സിലായോ? ഒരു സാധനം, നിങ്ങളുടെ ഫർണിച്ചർ, സപ്പോസ് നിലമ്പൂര് പോയൊരു ഫർണിച്ചർ എടുക്കുക, നിങ്ങളുടെ നാട്ടിലോട്ട് നിലമ്പൂരിൽ നിന്നൊരു ഫർണിച്ചർ എടുക്കാമെന്ന് വിചാരിക്കുക. നിലമ്പൂരിൽ നല്ല മംഗലാപുരത്തുനിന്ന് ഫർണിച്ചർ വരുന്നതെന്ന് വിചാരിക്കുക. 2 ദിവസത്തെ യാത്ര ഉണ്ടെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ പോട്ടെ, ബാംഗ്ലൂരിൽ നമുക്ക് കുറച്ച് ഗ്രാനൈറ്റ്സ് വരുന്നു, നമ്മുടെ ഫ്ലോറിങ് ചെയ്യാൻ കുറച്ച് ഗ്രാനൈറ്റുകൾ വരുന്നു. 2 ദിവസത്തെ യാത്ര എടുത്താൽ വരുന്നതെന്ന് വിചാരിക്കും. വണ്ടി പതുക്കെ ഓടിച്ച് 2 ദിവസത്തെ യാത്ര എടുക്കുമെന്ന് വിചാരിച്ചാൽ. അപ്പോൾ ഇയാൾ നമ്മളെടുത്ത് പറഞ്ഞ് വണ്ടി വിട്ട് അന്ന് 2 ദിവസത്തെ യാത്രയിൽ നമ്മൾ പറഞ്ഞു അന്ന് ഉച്ചയ്ക്ക് പൈസ തരാമെന്നാണ് നമ്മളുടെ ബയ്യർ പറഞ്ഞത്. സെല്ലർ ഉച്ചയായിട്ടും കാത്തിരുന്നിട്ടൊന്നും പൈസ വരുന്നില്ല, 4 മണിയായിട്ടും പൈസ വരുന്നില്ല. സെല്ലർ അപ്പം തന്നെ ഇയാൾ എന്തായി മാറി? അൺപെയ്ഡ് സെല്ലറായി മാറി. ഈ അൺപെയ്ഡ് സെല്ലർ ഹി ഹാസ് കോൾഡ് ദ ലോറി ഡ്രൈവർ ആൻഡ് ആസ്ക്ഡ് ഹിം ടു കം ബാക്ക്, because as the buyer has not paid the amount, and this is called the right of stoppage of goods in transit. Okay, പക്ഷേ എപ്പോഴും ഓർത്തോണം, ഈ റൈറ്റ് എക്സസൈസ് ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴാണെന്നറിയാമോ? ഈ ഗുഡ്സ് യഥാർത്ഥത്തിൽ ബയ്യറിൻ്റെ കയ്യിലെത്തി, അല്ലെങ്കിൽ ബയ്യറിൻ്റെ കയ്യിലേക്ക് ഈ ഗുഡ്സ് ബയ്യറിൻ്റെ ഡെസ്റ്റിനേഷനിൽ അറൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റൈറ്റ് എക്സസൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. ദിസ് ഈസ് അബൌട്ട് റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. ഓക്കെ, ദി തേർഡ് റൈറ്റ് ഈസ് റൈറ്റ് ഓഫ് റീസെയിൽ. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു റൈറ്റ് ഓഫ് ലീൻ ഉണ്ടെന്ന് പറഞ്ഞു, റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അടുത്ത റൈറ്റാണ് റൈറ്റ് ഓഫ് റീസെയിൽ. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിളിനകത്ത് ഫർണിച്ചർ കടക്കാരൻ 2 ദിവസത്തെ യാത്ര കഴിഞ്ഞ് ഫർണിച്ചർ വിട്ട് വരികയാണ്. 2 ദിവസത്തെ യാത്ര കഴിഞ്ഞ് നമ്മൾ ബയ്യറിൻ്റെ വീട്ടിലേക്ക് ഫർണിച്ചറുമായിട്ട് വരികയാണ്. പക്ഷേ ഇത് എക്സാമ്പിൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നത് ഫർണിച്ചറല്ല വരുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് വരുന്നത് ഒരു ട്രക്ക് നിറച്ച് ഫ്ലവേഴ്സാണെന്ന് വിചാരിക്കുക, ഫ്രഷ് ഫ്ലവേഴ്സ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മൾക്കടുത്ത് പൈസ, നമ്മൾക്ക് പേയ്മെൻറ്റ് തരാമെന്ന് പറഞ്ഞു, പേയ്മെൻറ്റ് തന്നിട്ടില്ല. ദറ്റ് പെർട്ടിക്കുലർ സെല്ലർ ഈസ് ആൻ അൺപെയ്ഡ് സെല്ലർ. നമുക്കപ്പോൾ ഇയാൾ പൈസ തരുന്നിടം വരെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ബിക്കോസ് നമ്മുടെ എന്ന് പറയുന്നത് ഫ്ലവേഴ്സാണ്. ഇറ്റ് ഈസ് എ പെരിഷബിൾ ഐറ്റം. അല്ലെങ്കിൽ ഒരു വണ്ടി നിറച്ചും കുറച്ച് വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആണെന്ന് വിചാരിക്കുക. ഇയാൾ പൈസ തരുന്നിടം വരെ സാധനം നമ്മളിപ്പോൾ പറഞ്ഞ ആദ്യത്തെ റൈറ്റ് ഓഫ് ലീൻ, റീറ്റെയിൻ ചെയ്യുക. പൈസ തരുന്നിടം വരെ റീറ്റെയിൻ ചെയ്ത് വെക്കാനുള്ള റൈറ്റ്. അങ്ങനെ നമുക്ക് റീറ്റെയിൻ ചെയ്ത് വായിച്ചാൽ നമ്മളൊരു ട്രക്ക് നിറച്ചുള്ള നമ്മുടെ ഫ്രഷ് ഫ്ലവർ ചീത്തയായിപ്പോൾ. അല്ലെങ്കിൽ പറഞ്ഞ് റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. വണ്ടി വിട്ടു പോയപ്പോൾ വണ്ടിയെ ഡ്രൈവറിനെ വിളിച്ചു പറഞ്ഞു തിരിച്ചു പോരെ, പൈസ തന്നിട്ടില്ല, തിരിച്ചു വിട്ടേക്കാൻ പറഞ്ഞു. ദിസ് ഇസ് റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ്
സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. ഇത് രണ്ടും ഈ പറഞ്ഞ സാഹചര്യത്തിൽ, ദാറ്റ് മീൻസ് ഫ്രഷ് ഫ്ലവേഴ്സിൻ്റെ കേസിൽ നടക്കത്തില്ല. ബിക്കോസ് ദിസ് ഇസ് എ പെരിഷബിൾ ഐറ്റം ആൻഡ് ഇറ്റ് കാൻ നോട്ട് ബി വെയിറ്റഡ് ഫോർ സച്ച് എ ലോങ് ടൈം. ഇയാൾ പേയ്മെൻറ്റ് തരുന്നിടം വരെ നമുക്കിത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. സോ വാട്ട് വിൽ ഡു? ദിസ് ഇസ് എ കേസ് ഓഫ് പെരിഷബിൾ നേച്ചർ. ആൻഡ് അങ്ങനെയുള്ള പെരിഷബിൾ നേച്ചറിൽ പെടുന്ന ഗുഡ്സുകളാണെങ്കിൽ അവിടെ നമുക്ക് ഈ രണ്ട് റൈറ്റുകളും എക്സസൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ആൻഡ് ദാറ്റ് കേസ് വി ക്യാൻ എക്സസൈസ് റൈറ്റ് കോൾഡ് റൈറ്റ് ഓഫ് റീസെയിൽ. റൈറ്റ് ഓഫ് റീസെയിൽ. ഇത് റൈറ്റ് ഓഫ് റീസെയിൽ പെരിഷബിൾ നേച്ചറിൽ പെടുന്ന ഗുഡ്സുകളിൽ മാത്രമല്ല, അല്ലാത്ത ഗുഡ്സുകൾ നമുക്ക് ഉപയോഗിക്കാം. ഒന്ന്, ബയർ ക്യാൻ എക്സസൈസ് ദ റൈറ്റ് ഓഫ് റീസെയിൽ ഫോർ ദ ഫസ്റ്റ് വൺ ഇഫ് ദ ഗുഡ്സ് ആർ ഓഫ് പെരിഷബിൾ നേച്ചർ. ഗുഡ്സ് പെരിഷബിൾ നേച്ചർ ആണെങ്കിൽ നമുക്ക് വി ക്യാൻ എക്സസൈസ് ദ റൈറ്റ് ഓഫ് ലീൻ. സെക്കൻഡ് വൺ, ഇൻ അതർ കേസ് after notice to the buyer calling upon to pay the price or tender the price within the reasonable time upon the failure of the buyer to do so. നമ്മൾ കോൺട്രാക്റ്റ് എഴുതിയപ്പോൾ തന്നെ പറഞ്ഞു, ഈ കോൺട്രാക്റ്റിനകത്തെ പേയ്മെൻറ്റ് കൃത്യസമയത്ത് പേയ്മെൻറ്റ് തന്നിട്ടില്ല എങ്കിൽ ദ സെല്ലർ ഹാസ് ദ റൈറ്റ് ടു റീസെൽ ഇറ്റ്. സെല്ലർക്ക് നിങ്ങൾ പറഞ്ഞ സമയത്തിനുള്ളിൽ പണം തരുന്നില്ല എങ്കിൽ ഈ പറഞ്ഞ സെല്ലർക്ക് അത് മറിച്ച് വിൽക്കാൻ, മറ്റൊരാളിലേക്ക് വിൽക്കാനുള്ള അധികാരമുണ്ട് എന്ന് കോൺട്രാക്റ്റിൽ എക്സ്പ്രസ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ കോൺട്രാക്ട് എക്സ്പ്രസ് ആയിട്ടില്ല, നമ്മൾ ബയർക്കൊരു തേർഡ് പോയിൻ്റാണ് പറയുന്നത്. ഈ പോയിന്റ് പറഞ്ഞ് നമ്മൾ ബയർക്കൊരു നോട്ടീസ് കൊടുത്തു, നിങ്ങൾ പൈസ അടയ്ക്കൂ, നിങ്ങൾക്ക് ഇത്രയും എമൗണ്ട് നിങ്ങൾ അടയ്ക്കാനുണ്ട്, യു ഹാവ് ടു പേ ദിസ് എമൗണ്ട്. ഇഫ് യു ഫെയിൽ ടു പേ ദിസ് മച്ച് എമൗണ്ട് ദെൻ ഐ വിൽ റീസെൽ ഇറ്റ്. തേർഡ് വൺ, കോൺട്രാക്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇഫ് സെല്ലർ മേക്സ് എ ഡിഫോൾട്ട് ദെൻ ബയർ മേക്സ് എ ഡിഫോൾട്ട് ദ സെല്ലർ ഹാസ് ദ റൈറ്റ് ഓഫ് റീസെയിൽ. ഇങ്ങനെയുള്ള കേസുകളുണ്ടെങ്കിൽ ആ പേയ്മെൻറ്റ് കിട്ടുന്നിടം വരെ നമ്മുടെ ബയർക്ക് എന്തിനുള്ള റൈറ്റ് ഉണ്ട്? വിൽക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഏതൊക്കെ കേസുകളാണ്? പെരിഷബിൾ നേച്ചറിൽ പെടുന്ന ഗുഡ്സ് ആണെങ്കിൽ. രണ്ട്, ഇഫ് ദ സെല്ലർ ഗിവ്സ് എ നോട്ടീസ് ടു ദ ബയർ കോളിംഗ് അപ്പോൺ ബയർ ടു പേ ദി എമൗണ്ട്, അതർവൈസ് ഹി വിൽ റീസെൽ ഇറ്റ്, ഓർ ദ കോൺട്രാക്ട് എക്സ്പ്രസീവ്ലി പ്രൊവൈഡ് ദ ഓപ്ഷൻ ഓഫ് റൈറ്റ് ഓഫ് റീസെയിൽ. അപ്പോൾ ആ കേസിൽ അയാൾക്ക് എന്തിനുള്ള അധികാരമുണ്ട്? റൈറ്റ് ഓഫ് റീസെയിൽ ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഈ 3 റൈറ്റുകൾ പഠിക്കുക. ബാക്കി റൈറ്റ് ഓഫ് വിത്ത് ഹോൾഡ് പ്രോപ്പർട്ടി അല്ല. ദിസ് ആർ ദ 3 റൈറ്റ്സ് വിച്ച് ഇസ് ഇമ്പോർട്ടൻറ്റ് ആസ് എ റൈറ്റ് ഓഫ് എ അൺപെയ്ഡ് സെല്ലർ എഗൈൻസ്റ്റ് ഗുഡ്സ്. സിമ്പിളായിട്ട് ഓർക്കുക, റൈറ്റ് ഓഫ് ലീൻ ഇത്രേ ഉള്ളൂ. പൈസ കിട്ടുന്നിടം വരെ അത് കൈവശം വെക്കുക. പൈസ കിട്ടിയിട്ട് കൊടുത്താൽ മതി, കിട്ടുന്നിടം വരെ അത് റീറ്റെയിൻ ചെയ്ത് വെക്കാനുള്ള റൈറ്റ് സെല്ലർക്കുണ്ട്. രണ്ടാമത്തേത് റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്. സാധനം വിട്ടുപോയി, പൊസഷൻ റൈറ്റ്, സെല്ലർ വണ്ടി കയറ്റി വിട്ടു സാധനം, പക്ഷെ ബയറിൻ്റെ കയ്യിൽ എത്തിയിട്ടില്ല. എത്താത്ത പക്ഷം ഇയാൾക്ക് ട്രാൻസിറ്റിലിരിക്കുന്ന, യാത്രയിലായിരിക്കുന്ന വണ്ടി he can call back that particular vehicle and he can regain the possession, തിരിച്ചെടുക്കുക. മൂന്നാമത്തേത് പെരിഷബിൾ നേച്ചറിൽ പെടുന്ന ഒരു ഗുഡ്സോ അല്ലെങ്കിൽ കോൺട്രാക്റ്റിനകത്തെ അങ്ങനെ ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബയർക്ക് പ്രോപ്പർ നോട്ടീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ he have the right of resale that goods. So these are the rights of an unpaid seller against goods. അടുത്തത്, what are the rights of an unpaid seller against the buyer? ബയർക്കെതിരെയുള്ള അയാളുടെ റൈറ്റുകൾ എന്തൊക്കെയാണ്? വളരെ സിമ്പിളാണ്, നമുക്ക് തന്നെ അറിയാം. നമ്മൾ പൈസ അടയ്ക്കുന്നില്ല എങ്കിൽ, നമ്മൾ സാധനം കൊടുത്തു, പൈസ അടയ്ക്കുന്നില്ല എങ്കിൽ നിങ്ങൾ തന്നെ പറയും എന്തൊക്കെയായിരിക്കും? ഹി ഹാസ് എ റൈറ്റ് ടു സ്യൂ ഫോർ പ്രൈസ്. പ്രൈസ് പേ നമുക്ക് അല്ലേ? when the property has passed to the buyer and buyer has wrongfully neglects or refuses to pay, seller can sue him for the price. സെല്ലർക്ക് കോടതി കൊണ്ട് കേസ് കൊടുക്കാം. ഞാൻ സാധനം ഇത്രയും കൊടുത്തു, എൻ്റെ പേയ്മെൻറ്റ് കിട്ടിയിട്ടില്ല, എനിക്ക് എൻ്റെ പേയ്മെൻറ്റ് തരണമെന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് കൊടുക്കാം. ദിസ് ഇസ് എ ഫസ്റ്റ് റൈറ്റ്, സ്യൂട്ട് ഫോർ പ്രൈസ് ഇഫ് ദ സെയിൽ ഓഫ് ഗുഡ്സ് ആർ പ്രൊവൈഡ് ദാറ്റ്. സെക്ഷൻ 55 പറയുന്നുണ്ട്. നമ്മളെപ്പോഴും ഓർത്തോണം, നമ്മളൊരു കച്ചവടക്കാരനാണ്, നമ്മൾ സാധനം വിറ്റിട്ട് പൈസ തന്നിട്ടില്ല എങ്കിൽ നമുക്ക് കോടതിയെ സമീപിച്ച് ആ പൈസ നമുക്ക് നേടിയെടുക്കാം. കോടതി സമീപിക്കാൻ നേരത്ത് നമുക്കിതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും ഡാമേജുകളുണ്ടെങ്കിൽ ആ ഡാമേജിൻ്റെ റിമ്യൂണറേഷനും കൂടെ നമുക്ക് ക്ലെയിം ചെയ്യാം. ദ ബയർ wrongfully refuses or neglect to accept the good, the seller can sue him for the damage also. ഡാമേജും കൂടെ നമുക്ക് മേടിക്കാം. അതുപോലെ തന്നെ ചില സമയത്ത് he can sue for the interest. നമുക്ക് ഇയാൾ തരാത്ത കാലത്തെ ഇൻട്രസ്റ്റും കൂടെ നമുക്ക് മേടിക്കാം. there are some situation he can sue for cancel the contract. നമുക്ക് കിട്ടത്തില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്തുകയാണെങ്കിൽ he can file a case in the court of law to cancel the contract. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? സ്യൂട്ട് ഫോർ പ്രൈസ്, സ്യൂട്ട് ഫോർ ഡാമേജ്, സ്യൂട്ട് ഫോർ ഇൻട്രസ്റ്റ് ആൻഡ് സ്യൂട്ട് ഫോർ റെപ്യൂഡിയേഷൻ. പ്രൈസിന് വേണ്ടി കോടതി കേസ് കൊടുക്കാം, ഡാമേജ് കിട്ടാൻ കോടതി കേസ് കൊടുക്കാം, അതിൻ്റെ ഇൻട്രസ്റ്റ് അമൗണ്ട് കിട്ടാൻ കൂടി കോടതി കേസ് കൊടുക്കാം, റെപ്യൂഡിയേറ്റ് ചെയ്യാം. ഓക്കെ, റെപ്യൂഡിയേറ്റ് ക്യാൻസൽ ചെയ്യാം. അടുത്തത്, വാട്ട് ആർ ദ റൈറ്റ്സ് ഓഫ് ആൻ അൺപെയ്ഡ് സെല്ലർ എഗൈൻസ്റ്റ് ഗുഡ്സ്?
ദീസ് ആർ ദ റൈറ്റ്സ് ഓഫ് എൻ അൺപെയ്ഡ് സെല്ലർ അഗൈൻസ്റ്റ് ദ ബൈ. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഈ റൈറ്റ് ഓഫ് ലീനും റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഗുഡ്സ് ചിന്തിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. എപ്പോഴും ഓർത്ത്, റൈറ്റ് ഓഫ് റീറ്റെയിൻ ആണെങ്കിൽ പൊസഷൻ റൈറ്റ് നമ്മുടെ കയ്യിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിസ്റ്റിൽ പൊസഷൻ റൈറ്റ് സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു, ബയറിൻ്റെ കയ്യിലോട്ട് എത്തിയതുമില്ല. ഓക്കെ, അടുത്ത എന്തായിരുന്നു? റൈറ്റ് ഓഫ് റീറ്റെയിൻ സമയത്ത് ഹി ഹാസ് എ റൈറ്റ് ടു റീറ്റെയിൻ ദ പൊസഷനാണ്. പക്ഷേ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സിൽ എന്താ സംഭവിക്കുന്നത്? ഹി റീഗെയിൻ ദ പൊസഷൻ, തിരിച്ചെടുക്കുവാണ്. റീഗെയിൻ ദ പൊസഷൻ. ഈ രണ്ട് ഡിഫറൻസ് ഓർക്കാമല്ലോ, റൈറ്റ് ഓഫ് ലീനും റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സും ട്രാൻസിസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. സോ ദിസ് ഈസ് ദ അബൌട്ട് unpaid seller. Unpaid seller is a seller who has not paid or tendered whole of the price of the goods sold, or has received a bill of exchange or other negotiable instrument which is subsequently dishonored. Right of unpaid seller against the goods ഏതൊക്കെയാണ്? Right of lien, right of stoppage of goods in transit, right of resale. And right of unpaid seller against the buyer ഏതൊക്കെയാണ്? സ്യൂട്ട് ഫോർ പ്രൈസ്, സ്യൂട്ട് ഫോർ ഡാമേജ്, സ്യൂട്ട് ഫോർ ഇൻട്രസ്റ്റ് ആൻഡ് സ്യൂട്ട് ഫോർ റെപ്യൂഡിയേഷൻ.